നിങ്ങൾ ലോൺ എടുക്കാൻ പോയ ഒരു വ്യക്തിയോ ക്രെഡിറ്റ് കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സിബിൽ എന്നുള്ള ഒരു ഫാക്ടറിനെ പറ്റി ഉറപ്പായിട്ട് നിങ്ങൾ കേട്ടിരിക്കും. ഹായ് ഫ്രണ്ട്സ്, ഫൺ മോങ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രമോദ്. ഞാനും അഭിലാഷും കൂടെ ചേർന്ന് കമ്പൈൻ ചെയ്തിട്ടാണ് ഫൺ മോങ്സിന് വേണ്ടി കണ്ടന്റ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിബിൽ എന്നുള്ള ഒരു കൺസെപ്റ്റിനെ പറ്റിയാണ്. നിങ്ങൾ എന്തായാലും സിബിൽ സ്കോർ എന്നൊരു വേർഡിനെ പറ്റി കേട്ടിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. വെൽക്കം ടു ഫൺ മോങ്സ്. ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആരാണ് നമുക്ക് സിബിൽ തരുന്നത്, സിബിലിന്റെ യൂസസ് എന്താണ്, നമ്മുടെ സാധാരണ ജീവിതത്തിൽ സിബിൽ എത്രത്തോളം അഫക്ട് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കുറച്ച് പോയിന്റ്സ് ആൻഡ് അതിന്റെ യൂസസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങൾ ലോൺ എടുക്കാൻ പോയ ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്ത ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും കുറഞ്ഞ സിബിൽ കാരണം അത് നഷ്ടപ്പെട്ടേക്കാം. ലോൺ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു കാര്യമൊന്നുമല്ല, എന്നാലും നമ്മുടെ നീഡ് കാരണം പലപ്പോഴും നമ്മൾ ലോൺ അപ്ലൈ ചെയ്യാൻ വേണ്ടി ബാങ്കിൽ എത്തിയിട്ടുണ്ട്. ഒരു ചെറിയൊരു എക്സാമ്പിളിലൂടെ ഞാൻ കുറച്ചുകൂടെ ഈസി ആയി പറയാം. മെയിൻലി രണ്ട് തരത്തിലുള്ള ലോൺസ് ആണ് ഉള്ളത്. ഒന്ന് സെക്യൂർഡ് ലോൺസും പിന്നെ ഒന്ന് അൺസെക്യൂർഡ് ലോൺസും ആണ്. എന്താണ് സെക്യൂർഡ് ലോൺസ്? നമ്മൾ ബാങ്കിൽ പോയി ഒരു ലോൺ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗോൾഡോ കാറോ അല്ലെങ്കിൽ എന്താണ് വീടിന്റെ പ്രമാണം നമ്മൾ ഈടായി നൽകിക്കൊണ്ട് എടുക്കുന്ന ലോൺസ് ആണ് സെക്യൂർഡ് ലോൺസ്. സെക്യൂർഡ് ലോൺസിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് വലിയ സിബിൽ സ്കോറും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും അവർ നമുക്ക് ലോൺ തരാൻ ബാധ്യസ്ഥരാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നൽകുന്ന പ്രോപ്പർട്ടിക്ക് അനുസരിച്ചായിരിക്കും അല്ലെങ്കിൽ നമ്മൾ നൽകുന്ന ഈട് അനുസരിച്ചായിരിക്കും അവർ നമുക്ക് ലോൺസ് നൽകുന്നത്. സോ ദാറ്റ് ഇൻ കേസ് നമ്മൾ റീപേയ്മെന്റ് മുടക്കിയാലും നമ്മൾ കൊളാട്രൽ നൽകിയിട്ടായിരിക്കും നമ്മൾ ലോൺ എടുക്കുന്നത്. ഇതിനെയാണ് സെക്യൂർഡ് ലോൺ എന്ന് പറയുന്നത്. ഇൻ കേസ് നമ്മൾ ലോൺ റീപേ ചെയ്യാൻ വേണ്ടി വൈകിയോ അല്ലെങ്കിൽ ലോൺസ് മിസ്സായാൽ പോലും അവർ ഈ ഒരു നമ്മൾ നൽകിയ ഈട് വെച്ച് ബാങ്ക്സിന് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതി അല്ലെങ്കിൽ നമ്മൾ അടയ്ക്കാനുള്ള ലോൺ അവർക്ക് തിരിച്ച് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. എന്നാൽ അൺസെക്യൂർഡ് ലോൺസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ വരുമ്പോഴാണ് ആക്ച്വലി അവിടെ സിബിലിന്റെ ഇമ്പോർട്ടൻസ് നൽകുന്നത്. അതായത് ഒരു വ്യക്തി ബാങ്കിൽ ചെന്നിട്ട് ലോൺ അപേക്ഷിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ലോൺ നൽകാൻ ബാങ്ക്സിന് എക്സാക്ട്ലി സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ലോൺ നൽകാൻ ബാങ്ക്സിന് ബുദ്ധിമുട്ടുണ്ട്. ബിക്കോസ് അവർ മേടിക്കുന്ന ലോൺ അവർ തിരിച്ച് റീപേ ചെയ്യുമെന്ന് ബാങ്ക്സിന് ഒരു വിശ്വാസവുമില്ല. അല്ലെങ്കിൽ അവരുടെ അടുത്ത് നമ്മൾക്ക് ചോദിക്കുകയാണ് നിങ്ങൾ ലോൺസ് റീപേ ചെയ്യുമെന്ന് ചോദിച്ചാൽ അവർ ഉറപ്പായിട്ടും തിരിച്ചടയ്ക്കുമെന്നായിരിക്കും പറയുന്നത്. എന്നാൽ അത് വിശ്വസിച്ച് ഒരു ബാങ്ക്സിന് ഒരിക്കലും ഒരു ഇൻഡിവിജ്വലിന് ലോൺസ് നൽകാൻ പറ്റുന്നതല്ല. ഒരു എക്സാമ്പിളിന് അഭിലാഷ് എന്നൊരു വ്യക്തി ലോൺ എടുക്കാൻ വേണ്ടി ബാങ്കിലേക്ക് പോവുകയാണ്. അഭിലാഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഡീറ്റെയിൽസ് ബാങ്ക്സിന് അറിയത്തില്ല. സോ ദാറ്റ് ബാങ്ക്സ് സിബിൽ എന്നൊരു ഓർഗനൈസേഷന്റെ അടുത്ത് പോകുന്നു. സോ ദാറ്റ് സിബിൽ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ അഭിലാഷിന്റെ എൻറ്റയർ ഡേറ്റാസ് ബാങ്കിന് കൈമാറുന്നു. സോ ദാറ്റ് ബാങ്ക്സിന് എക്സാക്ട്ലി ഒരു ഐഡിയ കിട്ടും അഭിലാഷ് എങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്, ഇതിനു മുമ്പ് ലോൺസ് എടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് പുള്ളിക്കാരൻ റീപേ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് സിബിൽ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ആയിരിക്കും ബാങ്ക്സിന് കൊടുക്കുന്നത്. സോ ദാറ്റ് ഇതിന് അവരൊരു 3 ഡിജിറ്റ് മാർക്സ് കൊടുക്കുന്നുണ്ട്. 300 to 900 ആണ് ഈ ഒരു മാർക്സ് എന്ന് പറയുന്നത്. ഈ ഒരു മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ബാങ്ക്സ് അഭിലാഷിന് ലോൺ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തുന്നത്. 300 എന്ന് പറയുന്നത് ഒരു ലോ സിബിൽ സ്കോറും 750 എബോവ് എന്ന് പറയുന്നത് ഒരു ഗുഡ് സിബിൽ സ്കോറുമാണ്. സിബിൽ സ്കോർ is a 3-digit number that indicates the creditworthiness of a person. സിബിൽ സ്കോർ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഇൻഡെക്സ് ആണ്, ഒരു സൂചികയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു കാർ സർവീസ് ചെയ്യാൻ വേണ്ടി ഷോറൂമിലേക്ക് എത്തുകയാണെങ്കിൽ എത്തുന്നതിന് മുമ്പേ നമ്മൾ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ കാർ വിശ്വസിച്ച് ഒരു ഷോറൂമിൽ ഏൽപ്പിക്കാമോ, അല്ലെങ്കിൽ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ വർക്ക് അവര് പെർഫെക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യമല്ലേ. ഇതുപോലെ തന്നെയാണ് നമ്മളൊരു ബാങ്ക്സിലെ ലോണിന് വേണ്ടി എത്തുമ്പോഴത്തേക്ക് ആ ബാങ്ക്സും ഇതേ കാര്യമായിരിക്കും നമ്മളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് നമുക്ക് ലോൺ തന്നു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആയിട്ട് റീപേ ചെയ്യുമോ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ ലോൺ അപ്ലൈ ചെയ്തിട്ട് കിട്ടിയിട്ട് ബൗൺസ് ആക്കിയിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവര് നോക്കിയിട്ടായിരിക്കും നമുക്കൊരു ലോൺ നൽകുന്നത്. നിങ്ങൾ ചിന്തിക്കും സിബിൽ എന്ന കമ്പനിക്ക് എവിടെ നിന്നായിരിക്കും ഈ ഡേറ്റാസ് എല്ലാം കിട്ടുന്നതെന്ന്. ആക്ച്വലി ട്രാൻസ് യൂണിയൻ എന്ന് പറയുന്നതാണ് സിബിൽ എന്ന കമ്പനിയുടെ പേരന്റ് കമ്പനി. ആക്ച്വലി ഈ ഒരു കമ്പനിക്ക് എല്ലാ ബാങ്ക്സുമായിട്ട് കണക്ഷൻസ് ഉണ്ട്. സോ ദാറ്റ് എല്ലാ ബാങ്ക്സും അവരുടെ ഡേറ്റാസ് ഡയറക്ട്ലി ട്രാൻസ് യൂണിയൻ എന്ന് പറയുന്ന കമ്പനിയിലേക്ക് കൈമാറും.
അതായത് അവർ കൈമാറുന്ന ഡേറ്റാസ് എന്തെല്ലാം എന്നാൽ ആരൊക്കെ ലോൺസിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഓരോ വ്യക്തിയും എത്ര പ്രാവശ്യം ലോൺസിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, എത്ര പ്രാവശ്യം അവർ ലോൺസ് റീപേ ചെയ്തിട്ടുണ്ട്, അതിന്റെ ഡ്യൂറേഷൻ, അവർ പെർഫെക്റ്റ് ആയിട്ടാണോ ലോൺസ് റീപേ ചെയ്തത്, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഉള്ള എല്ലാ ഡേറ്റാസും ഈവൻ നമ്മൾ പോലും ഒരു ബാങ്ക്സിൽ പോയി ലോൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡേറ്റ അവർ ട്രാൻസ്യൂണിയൻ എന്ന് പറയുന്ന കമ്പനിയിലേക്ക് ഡയറക്ട്ലി അവർ കൈമാറുന്നതായിരിക്കും. സോ ദാറ്റ് നമ്മുടെ എല്ലാവരുടെയും ഒരു കളക്ഷൻ ഓഫ് ഡേറ്റ ഓൾറെഡി ട്രാൻസ്യൂണിയൻ എന്ന് പറയുന്ന ഒരു കമ്പനിയിലുണ്ട്. സിബിൽ സ്കോറിന്റെ മറ്റൊരു യൂസേജ് എന്തെന്നാൽ നമുക്കൊരു ബെറ്റർ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടാനും സിബിൽ സ്കോർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതായത് ഇഫ് നമുക്ക് ഒരു 750 അല്ലെങ്കിൽ 800 എബവ് ആണ് നമുക്ക് സിബിൽ സ്കോർ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഇപ്പോൾ ഒരു കാർ അപ്ലൈ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ കാർ മേടിക്കാൻ വേണ്ടി നമ്മൾ ലോൺ അപ്ലൈ ചെയ്യുന്ന സമയത്തോ നമുക്ക് കിട്ടുന്നത് വളരെ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും. ബിക്കോസ് നമ്മൾ നല്ലൊരു സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ലോൺ പേയ്മെന്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത് വളരെ ജെന്യൂൻ ആണ്, നമ്മൾ ഇതുവരെ മുടക്കമൊന്നും വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ സിബിൽ സ്കോർ ഒരു 700 ബിലോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോൺ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് റിജക്ട് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ഇൻ കേസ് ഒരുപാട് ലോങ് പീരീഡ് ഓഫ് ടൈം എടുത്ത് പ്രോസസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ലോൺ കിട്ടുന്നത്. സോ ദാറ്റ് നമുക്ക് വളരെ ഹൈ ഇൻട്രസ്റ്റ് റേറ്റിലായിരിക്കും നമുക്ക് ലോണും കാര്യങ്ങളെല്ലാം കിട്ടുന്നത്. ഇനി നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് സിബിലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നാണ്. മെയിൻലി 4 കാര്യങ്ങളാണ് നമ്മുടെ സിബിൽ സ്കോറിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, നമ്മുടെ പാസ്റ്റ് പെർഫോമൻസ്. അതായത് നമ്മൾ ഇതിനു മുമ്പ് ഏതെങ്കിലും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് റീപേ ചെയ്തത് പെർഫെക്റ്റ് ആയിട്ടാണോ, അല്ലെങ്കിൽ ഒരു ബൗൺസ് പോലും വരുത്താതെയാണോ നമ്മൾ ലോൺസ് റീപേ ചെയ്തിരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് സിബിൽ സ്കോർ കൂടാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. നമ്മൾ ഏതെങ്കിലും ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഓരോ മന്തും എൻഡ് ആകുമ്പോഴത്തേക്ക് നമ്മൾ പെർഫെക്റ്റ് ആയിട്ടാണ് അത് റീപേ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നമ്മുടെ പാസ്റ്റ് പെർഫോമൻസിന് നമുക്ക് വളരെയധികം അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ അത് തിരിച്ച് റീപേ ചെയ്യാൻ ഈവൻ ഒരു പ്രാവശ്യമെങ്കിലും മിസ് ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സിബിൽ സ്കോറിനെ അഫക്ട് ചെയ്യും. ഇതായിരിക്കും നമ്മുടെ പാസ്റ്റ് പെർഫോമൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ റീസെന്റ് എപ്പോഴെങ്കിലും ലോൺസ് എടുത്തിട്ട് റീപേ ചെയ്യാൻ വേണ്ടി ഡിലേ വരുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിഫോൾട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ സിബിൽ സ്കോർ കുറയാൻ ചാൻസസ് ഉണ്ട്. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ക്രെഡിറ്റ് മിക്സ് ആൻഡ് ഡ്യൂറേഷൻ ആണ്. ക്രെഡിറ്റ് മിക്സ് എന്തെന്നാൽ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു സെക്യൂർഡ് ലോൺസ് ആൻഡ് അൺസെക്യൂർഡ് ലോൺസിന്റെ കാര്യം. നമ്മൾ സെക്യൂർഡ് ലോൺസ് കുറച്ചും ഒരുപാട് അൺസെക്യൂർഡ് ലോൺസ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ടും നമ്മുടെ സിബിലിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ ബാങ്കിൽ നിന്ന് ഒരു അൺസെക്യൂർഡ് ലോണാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബാങ്ക്സിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം നീടുള്ള ഒരു വ്യക്തിയാണ്, അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും കാശിന്റെ ആവശ്യം വരുന്ന ഒരു വ്യക്തിയാണെന്ന് ബാങ്ക്സ് കാൽക്കുലേറ്റ് ചെയ്യും. സോ ദാറ്റ് നമുക്ക് എന്താണ് ഇനിയും ലോൺസ് തരുന്നത് അവർക്ക് ബുദ്ധിമുട്ടായിട്ട് വരും, അല്ലെങ്കിൽ നമുക്ക് റീപേ ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു കപ്പാസിറ്റി കാണില്ല എന്ന് അവർ സങ്കല്പിക്കും. സോ ദാറ്റ് ഇത് നമ്മുടെ സിബിൽ സ്കോറിനെ താഴേക്ക്, അതായത് സിബിൽ സ്കോറിനെ താഴേക്ക് കൊണ്ടുവരാൻ ഒരു ഫാക്ടറാണ്. അതുപോലെ തന്നെ ഡ്യൂറേഷനും. അതായത് ഒരു വർഷത്തിൽ നമ്മൾ 2 മാസം 3 മാസം 4 മാസം ഇടവിട്ട് നമ്മൾ ലോൺസിന് വേണ്ടി അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്യൂറേഷൻ അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നതായിരിക്കും. ഞാനിപ്പോ പ്രീവിയസ്ലി ഒരു ലോൺ അപ്ലൈ ചെയ്തു, ബട്ട് പിന്നെ കുറെ കാലത്തേക്ക് ഞാൻ പിന്നെ ലോൺസേ അപ്ലൈ ചെയ്തിട്ടില്ല. സോ ദാറ്റ് ബാങ്ക്സിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ എനിക്ക് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടില്ലാത്ത ഒരു വ്യക്തിയും അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് എന്താണ് ഞാൻ എടുത്ത ലോൺ പ്രോപ്പർലി പേ ചെയ്തുകൊണ്ട് തന്നെ ഇനി ലോൺസിന്റെ ആവശ്യം വരാത്തൊരു വ്യക്തിയായിട്ട് ബാങ്ക്സ് കാൽക്കുലേറ്റ് ചെയ്യും. സോ ദാറ്റ് ആ ഒരു കാര്യം എന്താണ്, നമ്മളിപ്പം ഒരുപാട് നീടുള്ള ഒരു വ്യക്തിയാണ്, അതായത് 2 months 3 months 6 months ഈ ഗ്യാപ്പിൽ ഞാൻ അടുപ്പിച്ച് എല്ലാ മാസവും ഞാൻ കണ്ടിന്യൂസ്ലി ലോൺസിന് വേണ്ടി അപ്ലൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ടും എന്റെ സിബിൽ സ്കോർ താഴേക്ക് കൊണ്ടുവരാൻ ഫാക്ടർ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്. മൂന്നാമത്തെ ഫാക്ടർ ലെവറേജ് ആണ്. എന്താണ് ലെവറേജ്? നമുക്ക് ഒരു ബാങ്കിൽ നിന്ന് ഒരു 2 ലക്ഷം ക്രെഡിറ്റ് നമുക്ക് നൽകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യുന്നു എന്നത് ഒരു വൺ ഓഫ് ദ മെയിൻ ഫാക്ടർ ആണ്. അതായത് ബാങ്ക്സ് എനിക്ക് നൽകുന്നത് 2 ലക്ഷം ആണെങ്കിൽ അതിൽ ഞാൻ 2 ലക്ഷം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്റെ ലെവറേജ് ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നതും അത് എനിക്ക് സിബിൽ സ്കോർ താഴാൻ മറ്റൊരു ഫാക്ടറാണ്. ഇപ്പൊ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 1 ലക്ഷം ആണെങ്കിൽ നിങ്ങൾ ഒരു 90,000 എബോവ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ഇനിയും ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ 4-മത്തേതായിട്ട് മെയിൻലി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന മറ്റൊരു കാര്യമാണ് എൻക്വയറീസ്.
അതായത് നിങ്ങൾ നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള ഒരുപാട് ബാങ്ക്സിൽ പോയി ചെന്ന് ലോൺസിന് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സിബിൽ സ്കോറിനെ കുറയ്ക്കാൻ വേണ്ടി മറ്റൊരു ഫാക്ടറാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളിലേക്ക് ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ളത്. ഇതെന്റെ ആദ്യത്തെ വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ്സായി അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള കണ്ടന്റ്സിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇറ്റ്സ് മീ പ്രമോദ് സൈനിങ് ഓഫ് ഫ്രം ഫൺ മോങ്സ്.